صلوا عليه وسلموا تسليما. اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم. محترم خلفائے کرام وعلماء اعظام اور میرے عزیز بزرگوں اور دوستوں اور میری عزت دار ماں اور بہنوں، اللہ تبارک و تعالی کا ہم پر بڑا کرم، فضل اور اس کا احسان ہے کہ اس نے ہم گنہگار، بدکار، سیاہ کار بندوں کو اللہ اپنے حبیب امام الانبیاء احمد مجتبی محمد مصطفیٰ صلی اللہ علیہ وسلم کی امت بابرکت میں پیدا کیا، اور اس امت میں اللہ نے ہمیں پیدا ہونے کا شرف عظیم عطا فرمایا. الحمدللہ. വന്യരായ ഖുലഫാക്കളെ, പ്രഗത്ഭരായ ഉലമാ നേതാക്കളെ, പ്രിയപ്പെട്ട മഹത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിമഹത്തായ അനുഗ്രഹവും കൃപയും കൊണ്ട് സാധുക്കളും പാപികളുമായ നമ്മെ അവൻ്റെ ഹബീബും ഇരുലോക നേതാവുമായ ഇമാമുൽ അംബിയ അഹ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ ജനിപ്പിച്ചു. ഈ സമുദായത്തിലെ അംഗമാണെന്ന ശ്രേഷ്ഠതയും അതിലഭിമാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്കേവർക്കും പ്രദാനം ചെയ്തു. അൽഹംദുലില്ലാ. مزید کرم کیا پروردگار نے ہم عاصی پر معاصی بندوں پر. اس نے ہمیں اپنے حبیب کی امت کے ساتھ ہی ساتھ اللہ نے ہمیں اپنے محبوبین، علماء ربانیین، اولیاء اللہ سے نسبتیں عطا فرمائی، اور ان سے وابستہ ہو کر ان کی عقیدت اور محبت کو دل میں بسا کر زندگی گزارنے کا اللہ نے ہمیں ایک انمول موقع عطا فرمایا. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സമുദായത്തിൽ അല്ലാഹു തആല നമ്മെ കൊണ്ടുവന്നതിനോടൊപ്പം സാധുക്കളായ നമ്മുടെ മേൽ വീണ്ടും അല്ലാഹു അനുഗ്രഹം ചെയ്തു, കാരുണ്യം ചെയ്തുകൊണ്ട് അവൻ്റെ മഹബൂബീങ്ങളായ ഉലമാഉർ റബ്ബാനികൾ, അല്ലാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാർ, അവരുടെ സഹവാസവും അവരോടുള്ള ബന്ധവും അവരോടുള്ള മതിപ്പും അല്ലാഹു തആല നമുക്ക് നൽകിക്കൊണ്ട് അവരുടെ സ്നേഹത്തിലായി ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കേവർക്കും പ്രദാനം ചെയ്തു. അൽഹംദുലില്ലാ. اور آج اللہ تعالی ہم سبوں پر پھر سے کرم فرمایا اپنے حبیب کے صدقے میں. اللہ نے ہمیں آج اپنے ایک ولی حضرت جمال اللہ شاہ علیہ الرحمہ کے یوم الوصال عرس شریف کے موقع پر آپ ہی کے آستانے پر جمع ہو کر آپ کا ذکر کرنے اور اس محفل میں شریک ہو کر اپنے ایمان کو تجدید کرنے، ازدیاد کرنے کے لیے اللہ تعالی ہم گنہگاروں کو ایک موقع عطا فرمایا ہے. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൃപയും കാരുണ്യവും കൊണ്ട് ഇന്ന് അല്ലാഹു അവൻ്റെ ഒരു വലിയ ഖാസായ വലിയ ബഹുമാനപ്പെട്ട ഹദ്റത്ത് ജമാലുല്ലാ ഷാഹ് നൂരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ ഓർക്കുന്ന ഈ മഹത്തായ സദസ്സിൽ അവരുടെ തന്നെ സന്നിധിയിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഈമാനിനെ പുതുക്കാനുള്ള ഉന്നതമായ ഒരു അവസരവും കൂടി അല്ലാഹു നമുക്ക് ഏവർക്കും ഇന്ന് പ്രദാനിച്ചിരിക്കുകയാണ്. हाज़रीन इकराम, अल्हम्दुलिल्लाह अल्लाह ताला ने हमें जो औलिया की निस्बत अता किया है, एक ऐसी नेमत है जिसका हम लाख मर्तबा भी अल्लाह का शुक्र अदा करें तब भी कम है, क्योंकि ये नेमत ऐसी नेमत जिसके बगैर इंसान कामिल ही नहीं हो सकता, ऐसी नेमत अल्लाह ताला बिन मांगे मुहम्मदुर रसूलुल्लाह के सदक़े में हम गुनहगारों को अल्लाह ने अता फरमाया है. അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരോട് ഏതൊരു ബന്ധം അള്ളാഹു നമുക്ക് നൽകിയോ, ഇത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തആല നൽകിയ ഏറ്റവും ഉന്നതമായ അനുഗ്രഹത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാരോടുള്ള ബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് സംഭവത്തിൽ ഒരു മനുഷ്യൻ ശരിയായ ഒരു മനുഷ്യത്വത്തിലേക്ക് തന്നെ എത്തുന്നവനാവും. അല്ലാഹു തആല ഉന്നതമായ നിഅമത്ത് അവന്റെ ഔലിയാക്കളോടുള്ള ബന്ധം ചോദിക്കാതെ ആവശ്യപ്പെടാതെ അവന്റെ ഔദാര്യം കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദഖയായി നമുക്കേവർക്കും അല്ലാഹു പ്രദാനിച്ചിരിക്കുകയാണ്. हम अगर इस सरजमीन केरला के अगर इस खित्ते पर नजर डालें, हमको ये बात वाज़ेह तौर पर मालूम होती है कि यहाँ पर जो इस्लाम जो फैला है, इस्लाम की जो तबलीग हुई है, इशाअत हुई है, ये क्या और नहीं बल्कि सोहबत में बैठने वाले मुहम्मदुर रसूलुल्लाह की उन्होंने किया है. आप वो सहाबा की मेहनत का असर है जो आज ये रंग हिंदुस्तान में नजर आ रहा है, आज जो यहाँ पर नजर आ रहा है. लेकिन वक्त बदलता गया, हालात बदलते गए, लोगों के अंदर अकीदत और मोहब्बत तो औलिया की तो थी, लेकिन उनकी सोहबत नहीं थी. वो जिस इल्म पर मेहनत किए हैं सरकार दो आलम सल्लल्लाहु अलैहि वसल्लम की सोहबत में बैठकर, वो औलिया जो अपने शियूख की सोहबत में बैठकर जिस इल्म को हासिल किए, वो इल्म एक वक्त आया, वो इल्म नजर नहीं आ रहा था, लेकिन अल्लाह का करम है, अल्लाह ताला इस सरजमीन को फिर भी महरूम नहीं किया. अल्लाह ताला ने हैदराबाद के दूसरे खित्ते, हिंदुस्तान के दूसरे खित्ते हैदराबाद से एक शख्सियत को इस सरजमीन के लिए भेजा जिसका नाम नूरुल मशाइख. अल्लाह ताला आज उनका नाम ले हुआ हम सबों को बनाया है. ബഹുമാനികളെ, നാം ഇന്ന് വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളം, ഈ പ്രദേശത്ത് പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും ദീനുൽ ഇസ്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഈ മഹത്തായ ഉത്തരവാദിത്വം നിറവേറ്റിയത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം കൊണ്ട് അനുഗ്രഹീതരായ, ആ സഹവാസത്തിലിരുന്നു കൊണ്ട് ദീന് പഠിച്ച മഹാന്മാരായ സ്വഹാബ കിറാം റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ, ഈ മഹാന്മാരിലൂടെയാണ് ഈ പ്രദേശം ഇസ്ലാം കൊണ്ട് അനുഗ്രഹീതമായത്. അതിന്റെ തെളിച്ചം, അനുഗ്രഹം തന്നെയാണ് ഇന്നും ഇസ്ലാം വളരെ ഉന്നതമായ രീതിയിൽ ഈ രാജ്യത്ത് മൊത്തം ഇന്ത്യയിൽ തന്നെ പ്രശോഭിച്ച് നിലകൊള്ളുന്നു എന്നുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം സ്വീകരിച്ച ഉന്നതന്മാരായ സ്വഹാബത്തിലൂടെ ഇസ്ലാം പരിചയപ്പെട്ടു. പക്ഷേ കാലങ്ങൾ പിന്നിട്ടപ്പോൾ, അവസ്ഥകളും സന്ദർഭങ്ങളൊക്കെ മാറി മാറി വന്നപ്പോൾ ജനങ്ങളുടെ ഉള്ളില് അള്ളാഹുവിന്റെ ഔലിയാക്കളോടുള്ള മതിപ്പും സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടെങ്കിലും ആ ഔലിയാക്കളുടെ യഥാർത്ഥ സഹവാസമോ
ഈ ഔലിയാക്കൾ ഏതൊരു ഉന്നതരായ മഹാന്മാരുടെ സഹവാസത്തിൽ ഇരുന്നു കൊണ്ട് ആത്മീയമായ ഏതൊരു പരിവർത്തനം ഏതൊരു ഇൽമിലൂടെ കരസ്ഥമാക്കിയോ, ആ ഇൽമിനെ കുറിച്ചുള്ള ചർച്ചയോ സംസാരമോ പൊതുവെ നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് ഈ ഇന്ത്യയുടെ തന്നെ മറ്റൊരു പ്രദേശത്തുള്ള ഹൈദരാബാദിൽ നിന്ന് ഒരു മഹൽ വ്യക്തിത്വത്തെ കേരളത്തിലേക്ക് നിയോഗിക്കുകയാണ് ചെയ്തത്. അവരുടെ പേര് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനവറുകളെ ഓർക്കുകയും അവരുടെ നാമം ഉച്ചരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഇന്ന് നാം ഏവരെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. आप जब इस सरजमीन पर कदम रखे, आपने भी वही काम किया जो औलिया, जो सहाबा ने किया. आप एक मुसलमान को, आम मुसलमान को हकीकी मुसलमान भी बनाया, एक मुसलमान को मोमिन भी बनाया. सिर्फ इतना ही नहीं बल्कि मोमिन को मोहसिन भी बनाया. सिर्फ मोमिन को मोहसिन ही नहीं बल्कि मोहसिन को तक़वे का भी इल्म अता किया, तौहीद का भी दर्स दिया. सिर्फ इतना ही नहीं बल्कि एक फिस्क और फुजूर में जिंदगी गुजारने वाले इंसान को, अल्लाह के बंदे को एक सालिहियत का मुकाम पर भी फायज किया. जो सालिहियत के मुकाम पर फायज था उसको शहीद का मुकाम, जो शहीद के मुकाम पे था उसको सिद्दीकियत के मुकाम, जो सिद्दीकियत के मुकाम पर फायज था उसको जानशीन नबी के मुकाम पर भी फायज किया. ऐसे हजारों लाखों लोगों को आपने कुछ न कुछ अपने फैजान से, अल्लाह की नेमतों से मालामाल किया. और वो हासिल करने वाले लोगों में से एक अल्लाह के महबूब बंदे हजरत जमालुल्लाह शाह की याद में भी अल्लाह आज हमको जमा फरमाया है. ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ മണ്ണിൽ വന്നുകൊണ്ട് ചെയ്തതായ പ്രവർത്തനം എന്താണ്? മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വീകരിച്ച കൈമാറി വന്ന ആ പരിശുദ്ധ ദീനിന്റെ വിജ്ഞാനം അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറക്കിക്കൊടുക്കുക എന്നുള്ള ആ പ്രവർത്തനം തന്നെയാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ ഈ കാലഘട്ടത്തിലും നമുക്കിടയിൽ ചെയ്ത് പ്രവർത്തിച്ചത്. അങ്ങനെ അത് കാരണമായിക്കൊണ്ട് കേവലം നാമധാരികൾ മാത്രമായിരുന്ന മുസ്ലിമീങ്ങളെ അവര് ഉന്നതമായ വിജ്ഞാനങ്ങളുടെ വെളിച്ചത്തിൽ ശരിയായ ഇസ്ലാമിന്റെ വക്താക്കളാക്കി മാറ്റി. ആ ഇസ്ലാമിന്റെ പാതയിലൂടെ മുന്നേറുന്നവരെ ഈമാന് കൊണ്ട്, ഈമാനിന്റെ ഉന്നതമായ ഗുണങ്ങളുള്ളവരാക്കി അവർ മാറ്റി. അവർക്ക് ഇഹ്സാനിന്റെ പഠനങ്ങൾ നൽകി അവരെ ഉന്നതിയിലേക്ക് എത്തിച്ചു. അതിലപ്പുറം അവർക്ക് തഖ്വയും തൗഹീദിന്റെയും പഠനങ്ങൾ നൽകി ഉന്നതമായ തൗഹീദിന്റെ ഉയരങ്ങളിലേക്ക് പലരെയും ബഹുമാനപ്പെട്ടവർ കൈപിടിച്ചുയർത്തി. ദോഷങ്ങളിലും കുറ്റകൃത്യങ്ങളിലും ജീവിച്ചിരുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവരെ കുറ്റകൃത്യങ്ങളിൽ ദോഷങ്ങളിൽ തൗബ ചെയ്യിപ്പിച്ച് നന്മയുടെ വക്താക്കളാക്കി മാറ്റി അവരെ സാലിഹീങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായ പരിശീലനം നൽകി. സാലിഹീങ്ങളായ ആളുകളെ അതിൽ മാത്രം നിലനിർത്താതെ അതിനപ്പുറം ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്താൻ ആവശ്യമായ പഠനവും പരിശീലനവും നൽകി. ഷഹീദിന്റെ പദവിയിലേക്ക് എത്തിയ ആളുകളെ അതിൽ മാത്രം നിലനിർത്താതെ സിദ്ദീഖിയത്തിന്റെ പദവിയിലേക്ക് എത്താൻ മതിയായ പഠനവും പരിശീലനവും നൽകി പ്രവാചകന്മാരുടെ അനന്തരികളായി പ്രവർത്തിക്കുന്ന മഹാത്മാക്കളാക്കി മാറ്റി. ഇങ്ങനെ അനേകം ആളുകളെ, ആയിരങ്ങളെ, ലക്ഷങ്ങളെ ഏതെങ്കിലും വിധത്തിൽ അവർക്കൊക്കെ യോഗ്യമായ രീതിയിൽ അള്ളാഹുവിന്റെ സ്വന്തക്കാരായി മാറാൻ പറ്റിയ വഴിയിലേക്ക് മഹാനവറുകള് മാർഗദർശനം ചെയ്തു. അങ്ങനെ അവരിൽ നിന്ന്, അവരുടെ സഹവാസത്തിൽ നിന്ന് ഈ ഉന്നതമായ നിഅമത്തുകൾ പ്രാപിച്ചെടുത്ത അനേകങ്ങളില് ഉന്നതരായ സ്ഥാനം വഹിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വത്തെ ഓർക്കുന്ന സദസ്സിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നാം ഏവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്.
ہم جس کی یاد میں آج جمع ہیں، آپ علم ظاہر کے اعلیٰ علوم کو حاصل کرنے کے باوجود بھی آپ نے اس پر اکتفا نہیں کیا، بلکہ آپ جب اپنے قلب پر نظر ڈالتے، جب آپ اپنے اندر جب نظر ڈالتے تو ایک پیاسے خود کو محسوس کرتے۔ جب آپ خود کو پیاسے محسوس کرتے تو کس چیز کی پیاس آپ کو نظر آتی؟ آپ کو کوئی اور چیز کی پیاس نہیں بلکہ اللہ کی قربت کی پیاس نظر آ رہی تھی۔ آپ نے یہ علم کو حاصل کرتے ہوئے بڑے عالم ہونے کے ناطے صرف اس پر اکتفا نہیں کیا، بلکہ وہ اپنی قلب کی پیاس کو، اپنی روح کی پیاس کو بجھانے کے لیے اللہ کے محبوب بندے نور المشائخ نے نسبت عطا حاصل فرمائی۔ جب آپ کی صحبت اختیار کیا، اس کے بعد اللہ نے وہ مقام بھی انہیں عطا کیا جو وہ خود کبھی سوچے بھی نہیں تھے۔ اللہ تعالیٰ ایسے اللہ کے محبوب بندے کی یاد میں اللہ آج ہم گنہگاروں کو جمع ہونے کا موقع عطا فرمایا ہے۔ ഏതൊരു മഹൽ വ്യക്തിത്വത്തെ ഇന്ന് നാം സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, ബഹുമാനപ്പെട്ട ഹദ്റത്ത് ജമാലുല്ലാ ഷാ റഹ്മത്തുള്ളാഹി അലൈഹി। ബഹുമാനപ്പെട്ടവര് ദീനിന്റെ കാര്യത്തിൽ ഉന്നതമായ പരിജ്ഞാനമുള്ള വലിയ ആലിമായിരുന്നു. ഇൽമിന്റെ ഇത്രയും ഉന്നതമായ സ്ഥാനത്തെത്തിയെങ്കിലും, അത്രയും സ്ഥാനം വഹിച്ചുകൊണ്ട് മുന്നേറുന്നെങ്കിലും അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന, മനസ്സിലുണ്ടായിരുന്ന ദാഹം തീരാതിരുന്നപ്പോൾ, ആ ദാഹം എന്തിന്റെ ദാഹമാണ്? അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് എത്താനുള്ള ദാഹം. അതിന് തന്റെ കയ്യിലുള്ള അറിവ് മതിയായതല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ദാഹം തീർക്കാൻ തന്റെ ഹൃദയത്തിനും തന്റെ ആത്മാവിനും അനുഭവിക്കുന്ന ആ ദാഹം തീർക്കാനാണ് ബഹുമാനപ്പെട്ടവര് അള്ളാഹുവിന്റെ ഒരു വലിയനെ, ഒരു ശൈഖിനെ അവരന്വേഷിച്ചത്. അങ്ങനെ ആ ശൈഖായിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് നേടിയെടുക്കാൻ സാധിച്ച മഹാനവറുകൾ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാണ്. അവരോട് സഹവസിക്കുകയും അവരിൽ നിന്ന് ഈ ദാഹം അവർ തീർക്കുകയും എന്ന് മാത്രമല്ല, അതിലുപരി അവരുടെ ഊഹത്തിലും ഭാവത്തിലുമില്ലാത്ത ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് മഹാനവറുകള് ഈ മഹൽ വ്യക്തിത്വത്തെ നയിക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിലാണ് ഇന്ന് അല്ലാഹു തആല നാം ഏവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. हाज़रीन इकराम, आपने अपने शेख की सोहबत में बैठकर वो उलूम हासिल किए, वो अल्लाह की खुर्बत का दर्स हासिल किया, वो अल्लाह की खुर्बत के वो मजे हासिल किए। सिर्फ मौक़ती तौर पर नहीं, बल्कि जब तक जिस्म में सांस थी उस वक्त तक शेख की सोहबत अख्तियार किया। फिर उसके बाद शेख के रुखसत होने के बाद जानशीन शेख की सोहबत अख्तियार की। जानशीन शेख की मायत अख्तियार करते हुए, उनकी खुर्बत अख्तियार करते हुए, बुजुर्गों उनके मुआविन बनकर, बुजुर्गों उनके साथ रहकर आखिरी सांस तक अपनी जिंदगी को बसर किए। इसीलिए तो मेरे वालिद से, मेरे शेख से इतना आपको ताल्लुक था, आपस में तरफैन में ऐसी मोहब्बत थी जिसको हम बयान भी नहीं कर सकते। आप जब तक थे मेरे वालिद की भी मोहब्बत, मेरे शेख की भी मोहब्बत ऐसी आपके साथ थी। आप जब तक सेहतमंद थे मुलाकात होती, जब आप अलील हुए, जब भी केरला की सरजमीन पर जब सफर होता है मेरे शेख का, आपसे मुलाकात होती। फिर उसके बाद इतना ही नहीं, बल्कि आपके विसाल के बाद 20 साल तक आपकी सरपरस्ती में उर्स, और आज ये पहला साल है जहां पर जिनके उर्स मनाने के लिए मेरे शेख आते थे जिस सरजमीन पर, जिस हिस्से में, आज उसी मकाम पर बैठकर वही याद मनाने की अल्लाह हम गुनहगारों को भी एक मौका अता फरमाया है। ബഹുമാനികളെ, ബഹുമാനപ്പെട്ട ഹദ്റത്ത് ജമാലുല്ലാ ഷാ റഹ്മത്തുള്ളാഹി അലൈഹി അവര് അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹുവിന്റെ ഖുർബ്, അതിനെ കൊതിച്ചുകൊണ്ട് ഒരു ശൈഖിന്റെ കൈ പിടിച്ചപ്പോൾ പിന്നെ ആ അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ രസം, ആനന്ദം
ആ ഷെയ്ഖിന്റെ ജീവിതകാലം മുഴുവൻ അവരോട് സഹവസിച്ചുകൊണ്ട് നിരന്തരമായി ആസ്വദിക്കാനുള്ള ഭാഗ്യം മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ സാമീപ്യത്തിന് ആവശ്യമായ ഏതൊരു ഇൽമും അതിന്റെ ഏതൊരു പരിശീലനവുമുണ്ടോ അതിലവർക്ക് ലഭ്യമായ ആനന്ദം എത്രയാണെന്ന് വെച്ചാൽ, ഷെയ്ഖ് ലോകത്ത് നിന്ന് വിശാലായി യാത്ര പറഞ്ഞു പോയെങ്കിലും അവരുടെ ആ ദാഹത്തിന് ശമനം വരുത്തുന്ന രംഗം, ആ പ്രവർത്തനം അവർ അവസാനിപ്പിച്ചില്ല. ഷെയ്ഖിനോടുണ്ടായിരുന്ന അതേ ബന്ധവും മുഹബ്ബത്തും ഷെയ്ഖിന്റെ സ്ഥാനപതിയോടും അവർ നിലനിർത്തിക്കൊണ്ട് എത്ര കാലം വരെ മുന്നേറി, ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ആ സഹവാസവും ആ ബന്ധവും അതുപോലെ നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ ആനന്ദം കൈവരിച്ചവരാണ് നാം ഇന്ന് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജമാലുല്ലാ ഷാ റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട ശൈഖുനാ നവറല്ലാഹു മർഖദഹു നൂറുൽ മശായിഖിനോടുള്ള വേർപാടിന് ശേഷം നിരന്തരമായി അവിടുത്തെ ജാനശീലിനോട് സഹവസിച്ചു. അവർ തമ്മിലുണ്ടായിരുന്ന സൗഹൃദ ബന്ധം വാക്കുകളിൽ പറയാൻ സാധ്യമാവുകയില്ല. അത്രമാത്രമുള്ള അടുപ്പം രണ്ടുപേരും നിലനിർത്തിയിരുന്നു. ശൈഖുനായുടെ സഹവാസം അവർ സ്വീകരിച്ചു. ആരോഗ്യം നിലനിൽക്കുന്ന കാലത്തോളം ശൈഖുനായുടെ സഹവാസത്തിൽ വന്നിരുന്ന് ചെറിയ കുട്ടികളെപ്പോലെ കാര്യങ്ങൾ പഠിക്കുന്ന അവസ്ഥ ബഹുമാനപ്പെട്ട ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. രോഗിയായി മാറിയപ്പോഴും ആ ബന്ധം മുറിഞ്ഞില്ല. രോഗിയായിക്കൊണ്ടും അവർ ശൈഖിനെ സന്ദർശിച്ചു. വരാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ എന്റെ ഉപ്പ ശൈഖുന മഹാനവറുകള് എപ്പോ ഇവിടെ മലബാറിൽ കേരളത്തിൽ വരികയാണെങ്കിലും അവരെ സന്ദർശിക്കുമായിരുന്നു. അങ്ങനെ അവസാന നിമിഷം വരെ ആ സന്ദർശനവും ആ ബന്ധവും ആ സ്നേഹവും ശൈഖുനായോടൊപ്പം അവിടെ പ്രവർത്തനങ്ങളിൽ ഒരു പങ്കാളിയായിക്കൊണ്ട് കൂടെ നിന്നുകൊണ്ട് അതേ അഖീദയിലും ബഹുമാനത്തിലും തന്നെ ജീവിതം നയിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ ചെയ്തത്. എന്ന് മാത്രമല്ല, അവരിൽ വിശാലായി 20 കൊല്ലകാലം ബഹുമാനപ്പെട്ട ഉപ്പ ശൈഖുനായുടെ നേതൃത്വത്തിലാണ് അവിടെ ഉറുസ് ആഘോഷം ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. 20ഓളം കൊല്ലം നിരന്തരമായി ശൈഖുന അവറുകള് അവരുടെ ഉറുസിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയതായ മഹത്തായ പ്രവർത്തനം ഇന്ന് ശൈഖുന ഖുതുബുൽ മശായിഖ് നമ്മോട് വിട പറഞ്ഞതിന് ശേഷമുള്ള ആദ്യമായി നടത്തപ്പെടുന്ന ഉറുസിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നാം ഏവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. हम यहाँ पर जो जमा हैं, ये कोई और चीज के लिए हम यहाँ पर जमा नहीं हुए, कोई और मकसद के लिए हम यहाँ पर जमा नहीं हुए, बल्कि हमारे शियोख की अजमत को बतलाने के लिए हम यहाँ पर सिर्फ और सिर्फ जमा हुए हैं. बुजुर्गों, अल्लाह वाले की अजमत को बयान करने के लिए, अल्लाह वाले की अजमत को दिखाने के लिए अल्लाह ताला सिर्फ और सिर्फ हमें यहाँ पर जमा किया है. कोई और मकसद नहीं है. ये महफिल यहाँ पर जो हम जमा हुए हैं, हमारा एक मकसद है. वो एक ही मकसद है, अल्लाह के महबूब बंदे, अल्लाह के वली की अजमत को बयान किया जाए, अजमत को दिखाया जाए, अजमत को सुनाया जाए. सिर्फ एक ही मकसद है. और ये अजमत, ये मामूली नेमत नहीं अजीज दोस्तों. अल्लाह ताला उसी के अंदर वली की अजमत को डालता है जिसके अंदर अल्लाह की मोहब्बत रहती है, जिसको अल्लाह पसंद करता है. अल्लाह ताला क्या इरशाद फरमा रहा है, वमन युअज़्ज़िम शाइर अल्लाह फइन्नहा मिन तक़वल क़ुलूब. अल्लाह तबारक व तआला क्या इरशाद फरमा रहा है, जो अल्लाह के निशानियों की आजमत करता है, जो अल्लाह के निशानियों की आजमत करता है, वो कौन है? जिसके क़ल्ब में अल्लाह का तक़वा है. जो तक़वा रखता है उसकी एक निशानी ये है कि अल्लाह के निशानियों की वो आजमत करता है. अल्लाह ताला वो अजमत करने वाले लोगों में से हम गुनहगारों को भी शामिल किया है. ബഹുമാനികളെ, നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഉദ്ദേശം എന്താണ്? നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏക ലക്ഷ്യം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹത്വം എന്താണെന്ന് ലോകത്തിന് വിളംബരം ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹത്വം പറയുകയും ആ മഹത്വം പ്രകടിപ്പിക്കുകയും ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹത്വം എത്രയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഏക ലക്ഷ്യത്തിലാണ് നാം ഒക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹത്വം
അത് പറയാനും ആ മഹത്വം ഉൾക്കൊള്ളാനും എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. ആ മഹത്വം എത്തിക്കാൻ, ആ മഹത്വം തന്റെ ഉള്ളിൽ നിലനിർത്താൻ ഏതൊരു വിഭാഗത്തെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നോ, അള്ളാഹു ഏതൊരു വിഭാഗത്തെ ഇഷ്ടപ്പെടുന്നു, അവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹത്വം പറയാനും വിളംബരം ചെയ്യാനും സാധ്യമാവുകയുള്ളൂ. നമ്മുടെ ഒരുമിച്ചുകൂടൽ അലക്ഷ്യമായിക്കൊണ്ട് ലക്ഷ്യമൊന്നുമില്ലാതെയുള്ള ഒരു ഒരുമിച്ചുകൂടലല്ല. ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്താണ് നമ്മുടെ ലക്ഷ്യം? അള്ളാഹുവിന്റെ ഔലിയാക്കളോട്, അള്ളാഹുവിന്റെ സ്വന്തക്കാരോടുള്ള മഹത്വം എന്താണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും അത് മറ്റുള്ളവരിൽ വിളംബരം ചെയ്യുകയും ചെയ്യുക, അത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിന്റെ ഉദ്ദേശം. അതിലൂടെ അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിനുള്ള അടുപ്പവുമാണ് നാം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഏതൊരാൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഈ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അടയാളങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. ഹൃദയം കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന തഖ്വകളിലുള്ള ഉന്നതമായ ഒരു തഖ്വയുടെ പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും സാധ്യമാവുക എന്നുള്ളത്. ആ പ്രവർത്തനത്തിന് വേണ്ടി അള്ളാഹു ഇന്ന് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. हज़रीन इकराम, अल्लाह क्या इरशाद फरमा रहा है? खल्क़ के निशानियों में से एक निशानी, खल्क़ के तक़वे के निशानियों में से एक निशानी ये है कि अल्लाह के निशानियों की वो अज़मत करता है, अल्लाह के निशानियों की वो अज़मत करता है, अल्लाह के अशार की वो अज़मत करता है। बुजुर्गों, तक़वा कई किस्म का है। जिस्म का तक़वा भी है, क़ल्ब का तक़वा भी है, रूह का तक़वा भी है, सिर का तक़वा भी है। यहाँ पर जरा और फिक्र फरमाना, हम अल्लाह ताला ये इरशाद नहीं फरमा रहा है जो अल्लाह के अशार की अजमत करता है, निशानियों की अजमत करता है, जिस्म के तक़वे में से एक निशानी वो है। अल्लाह ताला जिस्म से इसको मुंसलिक नहीं किया अजमत को, बल्कि अजमत का ताल्लुक अल्लाह ने क़ल्ब से ताल्लुक पैदा किया है। अल्लाह क्या इरशाद फरमा रहा है? जिस्म का तक़वा है अपनी जगह, लेकिन अजमत वही कर सकता है निशानियों की जो जिसके अंदर क़ल्ब का तक़वा है। अल्लाह का करम है, क़ल्ब का तक़वा रखने वाले अल्लाह के महबूब बंदों से अल्लाह में निस्बत अता किया है। अगर हम भी ये निशानियों की आज़मत करने वाले बनेंगे, याद रखना अल्लाह हमको भी अपनी निशानी बना देगा। और जब हम अल्लाह की निशानी बन जाएंगे, अल्लाह आज हम जैसे वली की अजमत में हमको जमा किया है, अल्लाह हमारी अजमत में भी अल्लाह के बंदों को जमा फरमाएगा। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് നാം ശ്രദ്ധിക്കണം. അല്ലാഹു തആല പറയുന്നു, ഏതൊരാള് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അടയാളങ്ങളെ ആദരിക്കുന്നു, ഈ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അടയാളങ്ങളെ ആദരിക്കുക എന്നുള്ളത് ഹൃദയത്തിന്റെ തഖ്വയാണ്. ഹൃദയത്തിന്റെ തഖ്വയുടെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് അല്ലാഹു തആല ആദരിച്ചതായ അല്ലാഹു തആലാന്റെ ദൃഷ്ടാന്തങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്. ബഹുമാനികളെ, അല്ലാഹു തആല അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ആദരിക്കൽ, ബഹുമാനിക്കൽ, ഇത് ഖൽബിന്റെ തഖ്വയിൽപ്പെട്ടതാണ് എന്നാണ് അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തഖ്വ പലതരത്തിലുണ്ട്. ശരീരത്തോട് ബന്ധപ്പെട്ട തഖ്വയുണ്ട്, ഹൃദയത്തോട് ബന്ധപ്പെട്ട തഖ്വയുണ്ട്, റൂഹിനോട് ബന്ധപ്പെട്ട തഖ്വയുണ്ട്, സിറിനോട് ബന്ധപ്പെട്ട തഖ്വയുമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിന്റെ ശിആറുകളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തോട് ബന്ധപ്പെടുന്ന തഖ്വയിലല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരീരത്തോട് ബന്ധപ്പെടുന്ന തഖ്വ അതിന്റെ സ്ഥാനത്തുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിന്റെ ശിആറുകളെ, അടയാളങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് ഇത് ശരീരത്തോട് ബന്ധപ്പെടുന്ന തഖ്വയിലല്ല അള്ളാഹു എണ്ണിയിട്ടുള്ളത്. ഇത് ഹൃദയത്തോട് ബന്ധപ്പെടുന്ന തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് അള്ളാഹുവിന്റെ മെഹബൂബീങ്ങളായ മഹാന്മാർ
ഏതൊരു വിഭാഗത്തെ അള്ളാഹു അവരുടെ കൽബുകളെ തഖ്വ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ടോ ആ ആളുകളുടെ ഗണത്തിലാണ് ഈ അള്ളാഹുവിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സാധുക്കളായ നമ്മളെയും പെടുത്തിയിട്ടുള്ളത്. ബഹുമാനികളെ, ഈ നിലക്ക് നാം അഥവാ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, ശിആറുകളെ ബഹുമാനിക്കുന്നവരായി മാറിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല ആ ബഹുമാനത്തിന്റെ പേരില്, ആ ആദരവിന്റെ പേരില്, നമ്മുടെ ഹൃദയത്തിലുണ്ടായ തഖ്വയുടെ പേരില് അല്ലാഹു തആല നമ്മളെയും അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ ശആയിറുള്ളയിൽ ഉൾപ്പെടുത്താൻ മതിയായതാണ്. ഈ മഹാന്മാര് അള്ളാഹുവിന്റെ സ്വന്തക്കാരായി മാറിയതിന്റെ പേരില് അള്ളാഹുവിന്റെ ശിആറുകൾ ദൃഷ്ടാന്തങ്ങളായി മാറുകയും അവരെ ഓർക്കലും ആദരിക്കലും നമ്മുടെ മേൽ കടമയായി മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെയും, ഈ സാധുക്കളായ നമ്മളെയും ഈ മഹാന്മാരെ ആദരിച്ചതിന്റെ, ബഹുമാനിച്ചതിന്റെ പേരിൽ അള്ളാഹു തആല ഹൃദയത്തിന്റെ തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിആറുകളായി, അടയാളങ്ങളായി തിരഞ്ഞെടുക്കുകയും ചെയ്താൽ നാളെ ഇതുപോലെ നമ്മളെ ഓർക്കാൻ, നമ്മളെ ആദരിക്കാനുള്ള കൽപ്പന അല്ലാഹു തആല ജനങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹു തആല ഇതിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് അവർക്കും തൗഫീഖ് ചെയ്യട്ടെ. बुजुर्गों, अल्लाह के निशानियों को अल्लाह ताला कई मकामात पर बयान किया है अपने कलाम में. अल्लाह ताला क्या इरशाद फरमा रहा है? सफा मरवा भी अल्लाह के निशानियों में से एक निशानी है. अल्लाह ये इरशाद फरमा, इन्ना सफा वल मरवता मिन शाइरिल्लाह. अल्लाह ताला क्या मिन शाइरिल्लाह, अल्लाह ताला क्या इरशाद फरमा रहा है? सफा और मरवा भी अल्लाह के निशानियों में से एक निशानी है. बुजुर्गों, अल्लाह ताला इस दुनिया में हज़्दा हजार मखलूक़ात को पैदा किया है, जिसमें अल्लाह ताला अपने महबूबीन के जरिए हमको बात बतलाया. हज़्दा हजार मखलूक तो है, लेकिन इजमालन कुछ मखलूक़ात का जिक्र अल्लाह वालों ने बयान किया है. जमादात, नबातात, हैवान, इंसान. जमादात, नबातात, हैवान और इंसान, चार मखलूक़ात का किस्म का अल्लाह के महबूब बंदों ने हमें बयान किया है. अब अल्लाह ताला जो निशानी को बयान कर रहा है, सफा और मरवा अल्लाह के निशानियों में से एक निशानी है. तो कौन सा किस्म की मखलूक है? जमादात के किस्म में से एक मखलूक, जमादात, सफा मरवा. बुजुर्गों और दोस्तों, वो सफा मरवा में है क्या बात? जमादात, सफा मरवा. बुजुर्गों और दोस्तों, वो सफा मरवा में है क्या बात? वो भी आम पत्थरों की तरह एक पत्थर है. वो भी आम पत्थरों की तरह एक पत्थर है, उसकी और कोई खूबी व खासियत नहीं. लेकिन एक बात याद रखना, अल्लाह ताला क्या इरशाद फरमा रहा है? ऐ लोगों, ये वहम गुमान, ये कैफियत को या अकीदे को अपने अंदर से निकाल दो. आम पत्थरों की तरह एक पत्थर नहीं है, बल्कि सफा और मरवा मेरी निशानियों में से एक निशानी है. क्यों निशानी है? कोई खूबी उसमें नजर नहीं आती हमें अगर हम देखें, लेकिन एक बात हमें नजर आती है. वो क्या बात है? जब हजरत इब्राहीम अलैहिस्सलातु वस्सलाम को अल्लाह ने दुआ मांगने पे कई साल बाद अल्लाह ने जो लड़का अता किया हजरत इस्माइल अलैहिस्सलातु वस्सलाम, दोनों की कहानी हमें वहां पर नजर आती है. किस्सा बोलना मेरा मकसद नहीं है. अल्लाह का जब हुक्म हुआ, ऐ इब्राहीम, तुम अपने बीवी हाजरा अलैहिस्सलातु वस्सलाम और अपने बेटे इस्माइल अलैहिस्सलातु वस्सलाम को ले जाओ मक्के की वादी में, वादी गैर ज़ी ज़रा, वहां पर ले जाकर छोड़ दो. जब अल्लाह का हुक्म आया, हजरत इब्राहीम अलैहिस्सलातु वस्सलाम नबी है अल्लाह के, हुक्म आया, अमल की तामील हो रही है, मुकम्मल हो रहा है अमल. जब वादी गैर ज़ी ज़रा में छोड़ दिया गया, जब वापिस आ रहे हैं, हजरत हाजरा अलैहिस्सलातु वस्सलाम दामन को पकड़ी हुई है, पीछे पीछे आ रही है और ये पूछ रहे, इब्राहीम किसके हुक्म से छोड़ रहे हैं? तुम अपने आप खुद ही से यहाँ पर मुझे छोड़ रहे हैं या किसी के बोलने से तुम मुझे यहाँ पर छोड़ रहे हैं? हजरत इब्राहीम अलैहिस्सलातु वस्सलाम
क्या इरशाद फरमा रहे हैं, मैं अपनी खुदी से तुझे यहाँ पर नहीं छोड़ रहा हूँ, बल्कि अल्लाह के हुक्म से मैं यहाँ पर तुझे छोड़ रहा हूँ। ये सुनना था। मेरा वालिद यहाँ पर बहुत प्यारा जुमला इरशाद फरमाते हैं। वो क्या जुमला है? उसी वक्त हाजरा इब्राहिम के दामन को छोड़ी और अब्बे इब्राहिम के दामन को पकड़ ली, थाम ली। बुजुर्गों, कौन है? हजरत इब्राहिम अलैहिस्सलाम को जो अल्लाह ने हुक्म दिया, एक तरफ वो अपने बीवी को छोड़ रहे हैं और दूसरी तरफ अपने लख्ते जिगर बेटे को छोड़ रहे हैं। किधर छोड़ रहे हैं? असबाब के आलम में नहीं। बुजुर्गों, मुहक्किकीन अल्लाह वाले बयान करते हैं, असबाब के हिसाब से एक ही सबब वहां पर नजर आता है जिंदगी गुजारने के लिए, और वो ये सबब है कि हवा, उसके सिवा कुछ नहीं, ना खाना ना पानी। बुजुर्गों, वहां पर खियाम। हजरत हाजरा कौन है? नबी नहीं है, वली है। वली है, जरा और फिक्र फरमाइए, वली है अल्लाह की। जब हुक्म आया, जो दूध था पिला दिए, सूख गया, खाने को खाना नहीं, पानी को पानी नहीं, कुछ नहीं। अब यहां पर हजरत इस्माइल रो रहे हैं भूख की शिद्दत से। अब सबब को इस्तेमाल किया जा रहा है, सबब पर नजर नहीं, मुसब्बिब पर नजर रखकर हजरत हाजरा ने अपने सबब ढूंढने को, तलाश करने को शुरू किया। क्या कर रहे हैं? सफा की पहाड़ी पर चल रहे हैं, देख रहे हैं कोई चीज नजर आ रही है, कोई कौवा या कोई और चीज परिंदा नजर आ रहा है, कोई नहीं। सफा पर चढ़ रहे हैं, जब उतर के मरवा, मरवा से सफा, सफा से मरवा, 7 चक्कर। क्या किए? क्या किए? एक वली के खदम पढ़ने पर अल्लाह उसको अपनी निशानी बयान कर रहा है। वली का खदम पढ़ा, वो भी हम ये कहते हैं औरत नाकिस है, जाहिल है, वो है, ये है। वो औरत का जब कदम पड़ा, क्या मुकाम हो गया? वो आम पहाड़ों की तरह नहीं, बल्कि वो मेरी निशानियों में से एक निशानी। अल्लाह ताला हम पर बड़ा करम किया, अल्लाह ताला हम सबों को समझने की तौफीक अता फरमाया है। ബഹുമാനികളെ, അള്ളാഹുവിന്റെ ശിആറുകൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ, അവയെ ആദരിക്കുക എന്നുള്ളത്, ബഹുമാനിക്കുക എന്നുള്ളത് ഹൃദയത്തിന്റെ തഖ്വയാണ് എന്നാണ് അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ മഹബൂബീങ്ങളായ മഹാന്മാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ ശിആറുകളുമായുള്ള അവരുടെ ബന്ധം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അതിൽ ഉൾപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ അള്ളാഹു തആല പല ദൃഷ്ടാന്തങ്ങളെയും എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട അള്ളാഹു തആല പറഞ്ഞ ദൃഷ്ടാന്തമാണ് സഫ മർവ എന്ന് പറയുന്ന 2 പർവ്വതങ്ങൾ, 2 മലകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ്. നിശ്ചയമായും സഫയും മർവയും അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ ശിആറുകളാണ്. മിൻ ശആഇരില്ലാഹ്, അള്ളാഹുവിന്റെ ശിആറിൽ പെട്ടതാണ്. നാം മനസ്സിലാക്കണം, പ്രഥമ ദൃഷ്ടി കൊണ്ട് നോക്കിയാൽ നമ്മൾ ഭൂമിയിലുള്ള മറ്റ് കല്ലുകളും മലകളും ഒക്കെ കാണുന്നത് പോലെയല്ലാതെ പ്രത്യക്ഷമായി അതിൽ യാതൊരു മാറ്റമൊന്നും അവിടെ കാണുകയില്ല. മണ്ണും കല്ലും ഒക്കെ ഉള്ള ഒരു കുന്ന് മലയായിട്ട് ആ സഫാ മർവയെ എത്തിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുകയാണ്. നിങ്ങൾ ഇതിന്റെ പ്രത്യക്ഷ കോലം കണ്ടുകൊണ്ട് മറ്റുള്ള പർവ്വതങ്ങളെപ്പോലെ, മലയെപ്പോലെ ഇതിനെയും ഒരു സാധാരണ മലയാണ്, ഒരു കല്ലാണ്, ഒരു മണ്ണാണ് എന്നെങ്ങാനും മനസ്സിലാക്കി പോകണ്ട. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. നിശ്ചയമായും നിങ്ങൾ സംശയിക്കരുത്, സഫയും മർവയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് മനുഷ്യ സമൂഹമായ റസൂലുള്ളാഹിന്റെ സമൂഹത്തിൽപ്പെട്ട നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി തരികയാണ് പരിശുദ്ധ ഖുർആനിലൂടെ. ഈ സഫയും മർവയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്, അള്ളാഹുവിന്റെ പ്രത്യേക അടയാളങ്ങളാണ്. അതിനെ ആദരിക്കാൻ കൽപ്പിക്കപ്പെട്ടതായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തമാണ് ഈ സഫയും മർവയും എന്നാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എന്താണ് ഈ ആദരിക്കാൻ മാത്രം? മറ്റുള്ള പർവ്വതങ്ങളെ അപേക്ഷിച്ച്, മറ്റുള്ള ഭൂമിയിലുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇതിനെ അല്ലാഹു തആല തന്റെ ശആയിറാണ്, തന്റെ അടയാളമാണ്, ദൃഷ്ടാന്തമാണെന്ന് പറയാൻ എന്താണ് അവിടെ ഒരു പ്രത്യേകതയുള്ളത്? നാം
നാം ആലോചിക്കണം എന്ത് കാര്യമാണ് അവിടെ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അനേകായിരം സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പ്രത്യക്ഷ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ മൊത്തമായ നിലക്ക് അള്ളാഹുവിന്റെ മെഹബൂബികൾ നമുക്ക് 4 ഇനങ്ങളായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ജമാദാത്ത്, ഈ ഉറച്ച പാറ മണ്ണ് പോലത്തെ വസ്തുക്കള്. നബാത്താത്ത്, സസ്യങ്ങൾ വളർന്നുണ്ടാകുന്നത്. ഹയവാന്, ജീവികള്. പിന്നെ മനുഷ്യര്. ഈ പറഞ്ഞ 4 ഇനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അള്ളാഹുവിന്റെ ഷായിറാണ്, ദൃഷ്ടാന്തമാണ് എന്ന് പരിചയപ്പെടുത്തിയ ഈ സഫ മർവ, ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ജമാദാത്ത് എന്ന് പറഞ്ഞ ഏറ്റവും തുടക്കത്തിലെ സൃഷ്ടികളുടെ എണ്ണത്തിൽപ്പെട്ട ആ പടിയിൽപ്പെട്ട വസ്തുവാണ് സംഭവത്തില് ഈ സഫയും മർവയും. എന്നാൽ എന്നിരിക്കെ അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന്. എന്താണ് ഇത് ദൃഷ്ടാന്തമാകുന്നതിന് പിന്നില്? നമുക്ക് കാണുന്ന വസ്തുത നോക്കിയാൽ ഒന്നും കാണുകയില്ല. കാണുന്ന സംഭവം ഉണ്ടെങ്കിൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലീലായ ഹദ്റത്ത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, അവർ വളരെ കാലത്തെ ആഗ്രഹത്തിന് ദുആക്ക് ശേഷം അല്ലാഹു തആല ഒരു ആൺകുഞ്ഞിനെ വാർദ്ധക്യ പ്രായത്തിൽ അവർക്ക് നൽകി. ആ കുഞ്ഞ് പിറന്നതോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ ഈ കുഞ്ഞിനെയും ഈ കുട്ടിയെയും അവരുടെ ഉമ്മയെയും ഫീ വാദിൻ ഗൈരി ദീ സറഅ, പുല്ലോ ചെടിയൊന്നും മുളക്കാത്ത ആ വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയാണ്. അവിടെ മുതൽ അള്ളാഹുവിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇടയിലുള്ള ഈ കഥ ആരംഭിക്കുകയാണ്. ഞാൻ ചരിത്രം പറയുകയല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തെ മാത്രം ബോധ്യപ്പെടുത്തി തരുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹദിയായ ഹാജറ അലൈഹിസ്സലാമിനെയും അവിടെ ഈ ചെറിയ പാല് കുടിക്കുന്ന കുട്ടി, പിഞ്ചുകുട്ടി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ആ പ്രദേശത്ത് വാദി സിസറ എന്ന് പറയുന്ന ഇന്ന് ഈ സഫയും മറുവയും ഒക്കെ ഉള്ള ആ മക്കയുടെ ആ പ്രദേശത്ത് ഉപേക്ഷിച്ചു പോരുകയാണ്. പോരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹാജറ റളിയല്ലാഹു അൻഹ അലൈഹിസ്സലാം പിന്നാലെ വന്നുകൊണ്ട് ചോദിച്ചു, അതല്ല ഇബ്രാഹിമെ, ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് ആരുടെ കൽപ്പന പ്രകാരമാണ്? നിങ്ങളെ സ്വയഷ്ടപ്രകാരമാണോ? അതല്ല പിന്നെ ആര് പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങൾ ഇവിടെ ഞങ്ങളെ ഉപേക്ഷിക്കുന്നത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് മറുപടി പറഞ്ഞു, ഞാൻ എന്റെ സ്വയഷ്ടത്തിന് നിങ്ങളെ ഇവിടെ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് സൃഷ്ടാവായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ നിങ്ങളെ ഇവിടെ ഉപേക്ഷിക്കുന്നത്. ഈ വാക്ക് കേട്ടതോടുകൂടി എന്റെ ഉപ്പ ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് വളരെ രസകരമായ ഒരു കാര്യം പറയാറുണ്ട്. ബഹുമാനപ്പെട്ട മഹദിയായ ഹസ്രത്ത് ഹാജറ അലൈഹിസ്സലാം ഇത് കേൾക്കലോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കോന്തല കരം വിടുകയും ഉപേക്ഷിക്കുകയും റബ്ബെ ഇബ്രാഹിമിന്റെ സൃഷ്ടാവും ഉടമസ്ഥനുമായ റബ്ബിന്റെ കരങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്തു. ആ കോന്തല മുറുകെ പിടിച്ചു. ആ കോന്തല മുറുകെ പിടിച്ചതോടുകൂടി പിന്നെ അവർ സമാധാനിയായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ യാത്രയാക്കുകയാണ്. മഹദിയായ ഹാജറ അലൈഹിസ്സലാം ഈ ചെറിയ കുട്ടി ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സബബുകളായിക്കൊണ്ട് ഒരു സബബും അവിടെയില്ല. മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, അവിടെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സബബുണ്ടെങ്കിൽ ഒരു സബബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വായു ഉണ്ടായിരുന്നു. വായുവല്ലാതെ, ജീവശ്വാസത്തിനുള്ള മാർഗമല്ലാതെ വെള്ളമോ ഭക്ഷണമോ താമസിക്കാൻ ആവശ്യമായ ഇവിടെ ഒരു വസ്തുവും ഇല്ലാത്തതായ ഒരു സ്ഥലത്ത് അവരെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരവരുടെ ഭാര്യയെ ഉപേക്ഷിച്ച ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇത്രയും വാർദ്ധക്യ പ്രായത്തിൽ ജനിച്ചതായ സ്വന്തം കുട്ടിയെ പിതാവ് ഉപേക്ഷിച്ചു പോവുകയാണ്. ഈ ഉപേക്ഷിച്ചു പോയതിനു ശേഷം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വിശക്കുകയാണ്. പാല് കൊടുത്തു. അവസാനം ഭക്ഷണം കഴിക്കാത്തതിനാൽ ഉമ്മയുടെ പാല് വറ്റി. കുടിക്കാൻ കൊടുക്കാനൊന്നുമില്ല. കുട്ടി കരയാൻ തുടങ്ങി, പടയാൻ തുടങ്ങുകയാണ് വിശപ്പ് കൊണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി, ഇവിടെ ഈ കുട്ടിക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ ഒരു മാർഗമില്ല, ഒരാളെ വിളിക്കാൻ മാർഗമില്ല. മഹദിയായ ഹാജറ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ റബ്ബിന്റെ കരം മുറുകെ പിടിച്ചവരാണ്. അവർ മുസബ്ബിബിൽ അസ്ബാബ്, കാരണങ്ങളെ ഉണ്ടാക്കിയവനായ റബ്ബ് അവരിൽ നോട്ടം പതിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അസ്ബാബ് ഈ റബ്ബ് എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്ന് തിരയുകയാണ്, അന്വേഷിക്കുകയാണ്. അതിന്റെ അന്വേഷണത്തിലായി അവർ സഫയുടെ പർവ്വതത്തിന് മുകളിൽ കയറി നോക്കുന്നു. എവിടെയെങ്കിലും അകലെ വല്ല
കാക്കയോ അല്ലെങ്കിൽ വല്ല പരുന്തോ പറന്നു കാണുന്നുണ്ടെങ്കിൽ അവിടെ വല്ല വെള്ളവും ഉണ്ടായേക്കാം. അവിടെ കാണുന്നില്ല, അവിടെ നിന്ന് ഇറങ്ങി മറുവയിലേക്ക് വിടുകയാണ്. ഇങ്ങനെ സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക് 7 പ്രാവശ്യം മഹദി അവറുകൾ ഓടുകയാണ്. ഇങ്ങനെ അവർ ഓടിയ നാം ആലോചിക്കണം. ബഹുമാനപ്പെട്ട ഹാജറ അലൈഹിസ്സലാം അവര് നബിയൊന്നുമല്ല, അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു വനിത, അള്ളാഹിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അള്ളാഹിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹദി, ഒരു സ്ത്രീ. നമ്മൾ പൊതുവെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ അബലരാണ്, ബുദ്ധി കുറഞ്ഞവരാണ്, പൊതുവെ അറിവില്ലാത്തവരാണ് എന്നൊക്കെയാണ് ധരിക്കാറുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിലായത്തിലേക്ക് ഉയർത്തിയതായ ഒരു സ്ത്രീ മാത്രമായ ഒരു മഹൽ വ്യക്തിത്വം, അവരുടെ കാലിന്റെ അടിയുമായി ആ മലക്ക് ബന്ധമുണ്ടായി എന്ന ഒരൊറ്റ കാരണത്താൽ അല്ലാഹു തആല പറയുകയാണ്, ഇത് സാധാരണ മണ്ണല്ല, ഇത് സാധാരണ മലയല്ല. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ. ഈ സഫ മർവ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹദിയുമായി ബന്ധമുണ്ട് എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അള്ളാഹു തആല പർവ്വതമായിരിക്കെ ജമാദാത്തിൽപ്പെട്ട ഈ വസ്തുവിനെ തന്റെ ദൃഷ്ടാന്തമായി തെരഞ്ഞെടുക്കുകയാണ്. ഈ വസ്തുത നാം ഓരോരുത്തരും മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. बुजुर्गों और दोस्तों, अब जरा यहाँ पर गौर और फिक्र करें. वो सफा व मरवा, ये 2 निशानियां हैं अल्लाह तबारक व तआला की. इब्राहिम मुसल्ला, अल्लाह क्या इरशाद फरमा रहा है, तुम मकाम इब्राहिम को अपना मुसल्ला बनाओ. क्या है मकाम इब्राहिम? हजरत इब्राहिम अलैहिस्सलाम खाने काबा की तामीर कर रहे हैं. जैसा ऊपर जाती दीवार वैसा पत्थर भी ऊपर जाता. ये पत्थर का काम क्या है? सीढ़ी का काम है, सीढ़ी का काम है. लेकिन वो पत्थर की खूबी यह है, वो पत्थर में हजरत इब्राहिम खलीलुल्लाह अलैहिस्सलातु वस्सलाम के कदम मुबारक के निशान है, कदम मुबारक का निशान है. वो एक पत्थर, वो पत्थर की अहमियत कैसे हुई जरा बयान करिए, जरा गौर और फिक्र फरमाइए आप. हम नमाज पढ़ते हैं तो अल्लाह के लिए पढ़ते हैं, कोई शंकर कंकर पत्थर के लिए नमाज नहीं होती मुसलमानों की, अल्लाह के महबूब बंदों की. लेकिन अल्लाह इसके बावजूद भी इरशाद फरमा रहा है कि तुम मेरे महबूब, मेरे खलील इब्राहिम के मकाम को तुम अपना मुसल्ला बनाओ. देखो क्या प्यारी बात अल्लाह बयान कर रहा है. जहां पर मेरा खलील कदम रखा है वहां पर तुम अपना सजदेगाह बनाओ. जहां पर मेरा खलील कदम रखा है वहां तुम माथा टेकना, तब कहीं तुम्हारी नमाज होगी, वरना नमाज बेकार. अल्लाह ताला हमको समझने की तौफीक अता फरमाए. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഫാ മർവ എന്ന് പറയുന്ന ഈ 2 പർവ്വതങ്ങൾ, ഈ പർവ്വതങ്ങൾ ബാഹ്യദൃഷ്ടിയിൽ കല്ലും മണ്ണും മാത്രമാണ് നമുക്ക് കാണപ്പെടുന്നത്. ജമാദാത്തിൽപ്പെട്ട വസ്തുവാണ്. ഈ ജമാദാത്തിൽപ്പെട്ട അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരു സൃഷ്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറയുമ്പോൾ അത് ദൃഷ്ടാന്തമായത് എന്തിൻ്റെ പേരിലാണ്? ഏത് നിലക്കാണ് അത് അള്ളാഹുവിൻ്റെ അടയാളമായി നിലകൊള്ളുന്നത്? അത് ഏത് നിലക്കുള്ള അടയാളമായി നിലകൊള്ളുന്നു? ആ പ്രത്യക്ഷത്തിൽ കല്ലും മണ്ണുമായി കാണപ്പെടുന്ന ആ ദൃഷ്ടാന്തത്തെ, ആ കല്ലിനെയും ആ മണ്ണിനെയും ആദരിക്കുക എന്നുള്ളത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകൾക്ക് മാത്രമേ ആ നിലയ്ക്ക് ആ കല്ലിനെയും ആ മലയെയും ആദരിക്കാനും ബഹുമാനിക്കാനും സാധ്യമാവുകയുള്ളൂ. അതിനെ ആദരിക്കൽ ഖൽബിന്റെ തഖ്വയാണെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ആ സഫാ മർവയോട് ഏതൊരു അളുമത്ത്, മഹത്വമുണ്ടോ, ഏതൊരു ആദരവും ബഹുമാനവും നമ്മൾ നിലനിർത്തുന്നോ, അതിന്റെ പേരിൽ ആ ആദരവ് നിലനിർത്തി അവിടെ ചെയ്യേണ്ട പ്രവർത്തനം ചെയ്തെങ്കിൽ മാത്രമേ ഹജ്ജ് ചെയ്യുന്നവന്റെ ഹജ്ജ് പൂർണ്ണമാവുകയുള്ളൂ, ഉംറ ചെയ്യുന്നവന്റെ ഉംറ പൂർണ്ണമാവുകയുള്ളൂ. ഈ നിലക്ക് അതിനോട് ആദരവ് പുലർത്താൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പനയാണ്. എന്താണ് അതിന് കാരണം? അള്ളാഹുവിന്റെ ഒരു വലിയ ഒരു ഔലിയാക്കൾപ്പെട്ട ഒരു സ്ത്രീ, അവരുടെ പാദം അതിന്റെ മേൽ പതിഞ്ഞു, അതിലൂടെ അവർ ഓടി. ആ ഓടിയതായ ഒരൊറ്റ നിസ്ബത്തിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ പർവ്വതത്തെ അള്ളാഹു അവന്റെ ദൃഷ്ടാന്തമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നാം ആലോചിക്കണം, അള്ളാഹുവിന്റെ ഒരു വലിയത്ത്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം, അവിടെ പാദം പതിഞ്ഞപ്പോൾ ആ പാദം പതിഞ്ഞ കല്ല് മല പോലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് പറയുമ്പോൾ അള്ളാഹു തആല പ്രാധാന്യം നൽകുന്നത് ഇവിടെ കല്ലിനോ മണ്ണിനോ പാറക്കോ മലക്കോ അല്ല, മറിച്ച് അള്ളാഹു തആലാന്റെ അടുക്കൽ പ്രാധാന്യമുള്ളത് അള്ളാഹുവിന്റെ വലിയനും അവരുടെ പാദങ്ങൾക്കുമാണ്. ആ പാദങ്ങൾ എവിടെയാണോ തട്ടുന്നതെങ്കിൽ ആ പാദങ്ങൾക്ക് മഹത്വമുണ്ടെന്നല്ല, ആ പാദം തട്ടിയതായ മണ്ണിനും ആ പർവ്വതത്തിനും ആ കല്ലിന് വരെ മഹത്വമുണ്ട്. ആ മഹത്വത്തെ അംഗീകരിക്കുക എന്നുള്ളത് ഖൽബിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. ആ മഹത്വം നിലനിർത്തുക എന്നുള്ളത് ഖൽബിന്റെ തഖ്വയാണെന്നാണ് പറയുന്നത്. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? അല്ലാഹു തആല കല്ലിനും മണ്ണിനുമല്ല പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്, അള്ളാഹുവിന്റെ വലിയനാണ്. ഈ കല്ലും മണ്ണും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് പറയുമ്പോൾ അത് ദൃഷ്ടാന്തമായി മാറാൻ കാരണമായ ആ കാല്, ആ പാദങ്ങൾ, ആ വ്യക്തിത്വങ്ങൾ, അവർ എത്രമാത്രം അള്ളാഹുവിന്റെ ഉന്നതമായ ദൃഷ്ടാന്തങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ മഹബൂബീങ്ങളായ ഈ ഔലിയാക്കളായ ഈ മഹാന്മാരാണ് ഏറ്റവും ഉന്നതരായ ദൃഷ്ടാന്തങ്ങൾ. ഈ മഹബൂബീങ്ങൾ, ഈ അള്ളാഹുവിന്റെ സ്വന്തക്കാര്, അവർക്ക് ഏതൊക്കെ വസ്തുക്കളോട് ബന്ധമാകുന്നോ ആ വസ്തുക്കളെ മുഴുവനും ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക സ്ഥാനം നൽകി ആദരിക്കപ്പെടേണ്ട വസ്തുക്കളായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, പരിശുദ്ധ കഅബ, ആ കഅബയുടെ മുമ്പിൽ തന്നെ മഖാം ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാം എന്ന പേരിൽ ഒരു കല്ല് അവിടെ കാണാൻ കഴിയും. എന്താണ് ഈ മഖാം ഇബ്രാഹിം? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പരിശുദ്ധ കഅബ പടുത്തുയർത്തുകയാണ്. ഇത് പടുത്തുയർത്തുന്ന സമയത്ത് ആ കല്ലുമ്മൽ കാല് വെച്ച് കയറി നിന്നുകൊണ്ടാണ് അവർ കഅബ പടുത്തുയർത്തുന്നത്. ആ പാറയുടെ, ആ കല്ലിന്റെ പ്രത്യേകത, അതൊരു കോണിയെപ്പോലെ ചുമര് ഉയരുന്നതിനനുസരിച്ച് അത് ഉയരും, ചുമരിന്റെ താഴേക്കിറങ്ങേണ്ട സമയം വരുമ്പോൾ താഴും. ആ കല്ലിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദങ്ങളുടെ അടയാളമുണ്ട്, കാലിന്റെ അടയാളമുണ്ട്. ഈ കല്ലിനെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. നിങ്ങൾ മഖാമ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിയുമ്പോൾ കയറി നിൽക്കാൻ ഉപയോഗിച്ച ആ കല്ലേതോ, ആ കല്ലിനെ നിങ്ങൾ നിസ്കാര സ്ഥലമാക്കി മാറ്റണം. നാം ആലോചിക്കണം, നിസ്കാരം എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കങ്കറിനെയോ ഒരു ശങ്കറിനെയോ ഒന്നും ആരാധിക്കാൻ കൽപ്പിച്ചിട്ടില്ല, ഒരു കല്ലിനെയോ പാറയൊന്നും ആരാധിക്കാനുള്ള കൽപ്പനയില്ല. ആരാധന അള്ളാഹുവിന് മാത്രമാണ്. എന്നാൽ അള്ളാഹുവിന് ചെയ്യുന്ന ഈ ആരാധന നിങ്ങൾ അവിടെ നിർവഹിക്കുന്ന സമയത്ത് അതിനുവേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം ഏതായിരിക്കണം? മഖാമ ഇബ്രാഹിമിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ നിസ്കരിക്കേണ്ടത്. അപ്പോഴേ നിങ്ങളുടെ ആ നിസ്കാരം ശരിയായ നിസ്കാരമായി മാറുകയുള്ളൂ. എത്ര സുന്ദരമായി മനസ്സിലാക്കി തരുന്നു. എന്റെ ഖലീല്, എന്റെ സ്വന്തക്കാരൻ, എന്റെ മെഹബൂബ്, അവരുടെ പാദം എവിടെയാണോ പതിഞ്ഞതെങ്കിൽ മെഹബൂബിന്റെ പാദം പതിഞ്ഞ സ്ഥലത്തായിരിക്കണം നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെറ്റിത്തടം പതിയേണ്ടത് എന്ന സ്ഥാനമാണ് ആ കല്ലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. എങ്കിലേ നിങ്ങളുടെ നിസ്കാരമാവുകയുള്ളൂ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മെഹബൂബീങ്ങളോട് ബന്ധപ്പെട്ട വസ്തുക്കളെ ഏത് പ്രകാരത്തിലാണ് ആദരവും ബഹുമാനവും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഈ ആദരവും ബഹുമാനവും ആര് നിലനിർത്തുന്നോ അവര് ഹൃദയത്തിന്റെ തഖ്വയുള്ളവരാണെന്ന് അല്ലാഹു തആല നമ്മെ പരിചയപ്പെടുത്തുകയാണ്. बुजुर्गों और दोस्तों, अब ये बात सुनने के बाद हमारे अंदर ये ख्याल पैदा होता है, सफ़ा व मरवा का क्या मुकाम है, मकाम इब्राहीम का क्या मुकाम है, क्या बुलंद मुकाम है, क्यों मुकाम मिला है उन्हें? कोई और वजह से नहीं, उनके ज़ाती हकीकत की बुनियाद पर नहीं, बल्कि अल्लाह के औलिया, अल्लाह के नबी के ख़दम रंजा होने की वजह से, ख़दम रखने की वजह से, वो ख़दम मुबारक की बरकत की वजह से अल्लाह ताला उनको मक़ाम अता किया है, उनको मक़ाम अता किया है। इसीलिए अल्लाह वाले क्या इरशाद फरमाते हैं, जमादात से अल्लाह ताला ज़्यादा अफजलियत अगर किसी को दिया है तो नबातात को दिया है, नबातात से ज़्यादा अफजलियत अगर किसी को दिया है अल्लाह ताला हैवान को दिया है, हैवान से ज़्यादा अगर अफजल बनाया तो अल्लाह ताला हजरत इंसान को बनाया है। जरा गौर करे, सिर्फ कंकर पत्थर ही अल्लाह के निशानी नहीं,
ایک بات یاد رکھنا، ہم یہ پتھر، یہ پہاڑ، یہی صرف اللہ کے نشانی نہیں، یہ کیوں اللہ کے نشانی بنے؟ اللہ کے اولیاء کے قدم رکھنے کی وجہ سے، قدم رکھنے کی وجہ سے اللہ نے انہیں مقام عطا کیا ہے۔ پتھر اللہ کا خلیفہ نہیں ہے، انسان کو اللہ اپنا خلیفہ بنایا ہے، انسان کو اللہ نے اپنا خلیفہ بنایا ہے۔ جب انسان کو اللہ اپنا خلیفہ بنایا ہے تو کیا انسان اللہ کے نشانیوں میں سے نشانی نہیں ہے؟ انسان میں بھی وہ انسان جو اللہ کا دوست ہوتا ہے۔ دیکھو کیا مقام مرتبہ ہے، صحابہ کرام رضوان اللہ تعالی علیہ مجمعین کی نظروں کا کیا معاملہ ہے جب ان کو محمد الرسول اللہ کی صحبت میں جب علم ملا، کیا نظریہ ان کا بدل گیا، کیا کیفیت ان کی ہو گئی۔ جنت سے آیا پتھر حجر اسود کا، اس کا اپنی جگہ مقام ہے، لیکن صحابہ کی نظر میں وہ پتھر کو خاص اہمیت مقام نہیں، خاص اہمیت مقام نہیں۔ حضرت عمر فاروق رضی اللہ تعالیٰ عنہ وہ پتھر کو چوم رہے ہیں، کیا کہہ کر چوم رہے ہیں؟ اے حجر اسود، میں تیرے مقام و مرتبے کو دیکھ کر میں تجھے نہیں چوم رہا ہوں، بلکہ محمد الرسول اللہ کے لب لگے ہیں، محمد الرسول اللہ چومے ہیں، اسی لیے میں اس کو چوم رہا ہوں۔ دیکھو میرے شیوخ اللہ والے، میرے والد بزرگوار کیا ارشاد فرماتے ہیں؟ عمر فاروق جو چومے ہیں، محمد الرسول اللہ جو چومے ہیں، اس چومنے کا چومنا چومے ہیں۔ بزرگوں، عمر فاروق کے نزدیک یہ معاملہ کس وجہ سے وہ مقام ملا ہے؟ محمد الرسول اللہ کے لب لگے ہیں، محمد الرسول اللہ کا ہاتھ لگا ہے، اسی لیے صحابہ کے اندر یہ کیفیت۔ تو بتلانا مقصد یہ ہے، نشانی سب سے اعلیٰ نشانی اگر ہے تو انسان اگر ہے، انسان میں اگر کوئی ہے اللہ کی نشانی، اللہ کے محبوب بندے اولیاء۔ اسی لیے جو محققین اولیاء اللہ ہے، ان کے نظریے کے حساب سے ان کے نزدیک اللہ کی نشانی میں سب سے اعلیٰ مقام اگر کوئی ہے تو وہ یہ کہتے ہیں اللہ والوں کا ہے، اللہ والوں کا ہے۔ اللہ کا کرم ہے، وہ اللہ والوں کی بارگاہ میں جمع ہو کر اللہ تعالیٰ ان کے بارگاہ میں حاضری دے کر ان کی عظمت کو بیان کرنے کا اللہ ہم گنہگاروں کو ایک موقع عطا فرمایا۔ ബഹുമാനികളെ, ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമ്മുടെ ഉള്ളിലൊക്കെ അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടികൾ, ഈ പർവ്വതം, ഈ കല്ല്, ഇതിൻ്റെ മഹത്വമൊക്കെ സ്ഥാനം നമ്മുടെ കൽബിൽ നിലനിൽക്കുന്നു. എന്നാൽ ഇത്രയും സ്ഥാനവും മഹത്വവും അതിലുണ്ടായത് എന്തിൻ്റെ പേരിലാണ്? വെറും അത് കല്ലായി എന്നതിൻ്റെ പേരിലല്ല, അതൊരു പർവ്വതമായി എന്നതിൻ്റെ പേരിലല്ല, മറിച്ച് ആ കല്ലുമായും പർവ്വതവുമായും അള്ളാഹുവിൻ്റെ ഒരു വലിയൻ്റെ പാദങ്ങൾക്ക് ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിലാണ് ഈ വസ്തുക്കളൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും മഹത്വമുള്ളവരുമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനുള്ള സ്ഥാനമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ അഹിലുകാരൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ജമാദാത്ത്, ഈ ജമാദാത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് നബാത്താത്ത്, ഈ നബാത്താത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഹയവാൻ, ഈ ഹയവാനിനേക്കാൾ ശ്രേഷ്ഠമാണ് മനുഷ്യർ, മനുഷ്യരിൽ തന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അള്ളാഹുവിൻ്റെ മഹബൂബീങ്ങളായ ഔലിയാക്കൾ. ഔലിയാക്കൾ കല്ലോ മണ്ണിനോ അല്ല പ്രാധാന്യമുള്ളത്, കല്ലിനും മണ്ണിനേക്കാൾ പ്രാധാന്യം ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കാണ്. ഈ ഔലിയാക്കളുടെ ബന്ധമുള്ളതിൻ്റെ പേരിലാണ് ഈ വസ്തുക്കൾക്കൊക്കെ മഹത്വം ഉണ്ടായിട്ടുള്ളത്, അള്ളാഹു തആല മഹത്വം കൽപ്പിച്ചിട്ടുള്ളത്. ഈ നിലക്ക് ഈ വസ്തുക്കളെ നമ്മൾ ആദരിക്കുന്നെങ്കിൽ, ബഹുമാനിക്കുന്നെങ്കിൽ, ഈ പാദങ്ങളുടെ വക്താക്കളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കള് ഇവയേക്കാൾ സ്ഥാനവും മഹത്വമുള്ളവരാണ്. ഈ വസ്തുക്കൾ ഔലിയാക്കളോട് ബന്ധമുള്ളതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിആറുകളാണ്, അടയാളങ്ങളാണെന്ന് പറയുമ്പോൾ പിന്നെ ഈ ഔലിയാക്കള് ഇവർ അള്ളാഹുവിന്റെ ശിആറാണ്, അടയാളമാണ് എന്നതിൽ എന്ത് സംശയമാണ് ഉണ്ടാവുക? ഈ കല്ലിനെ കുറിച്ച് അള്ളാഹു തആല കല്ല് എന്റെ ഖലീഫയാണ്, പ്രതിനിധിയാണെന്ന സ്ഥാനമൊന്നും നൽകിയിട്ടില്ല. അള്ളാഹു തആല അവന്റെ സൃഷ്ടികൾപ്പെട്ട മനുഷ്യവിഭാഗത്തെ കുറിച്ച്, അവരെ കുറിച്ചാണ് പറഞ്ഞത്, ഇവർ എന്റെ പ്രതിനിധിയാണ്, എന്റെ ഖലീഫയാണ്. ഈ കല്ലായ സാധനം ഇത് അള്ളാഹുവിന്റെ
ദൃഷ്ടാന്തമാണ്, ശാഇറുള്ളയാണെങ്കിൽ അള്ളാഹു സ്വന്തം ഖലീഫയാണെന്ന് ഈ കല്ലിനകളെക്കാൾ മലകളെക്കാളൊക്കെ ശ്രേഷ്ഠത കൽപ്പിച്ചുകൊണ്ട് സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മെഹബൂബിയങ്ങൾ അവർ അള്ളാഹുവിന്റെ ശിആറുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ് എന്നതിൽ എന്ത് സംശയമാണ് ഉണ്ടാവുക? ഈ അള്ളാഹുവിന്റെ മെഹബൂബിയങ്ങളായ മഹാന്മാരോട് ബന്ധമുണ്ടാവുക എന്നതാണ് മറ്റുള്ള വസ്തുക്കളുടെയൊക്കെ മഹത്വത്തിനുള്ള സുപ്രധാനമായ കാരണം. മഹാന്മാരായ സ്വഹാബത്ത് റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ പരിശുദ്ധ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പകർന്നെടുത്ത ആ സ്വഹാബത്തിന്റെ പ്രവർത്തന രീതി കണ്ടാൽ ഈ വസ്തുത നമുക്ക് ശരിക്കും ബോധ്യപ്പെടുന്നതാണ്. അവർ വസ്തുക്കൾക്ക് നൽകിയിരുന്ന പ്രാധാന്യം ആ വസ്തുവിന്റെ പേരിലാണോ അതല്ല അതിനോട് ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ മെഹബൂബിനോടുള്ള ബന്ധത്തിന്റെ പേരിലാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ വരുമ്പോൾ, അതിന് ചുംബനം നൽകാൻ വരുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയായിരുന്നു, എനിക്കറിയാം ഈ ഹജർ സംഭവത്തിൽ സാധാരണ കല്ലൊന്നുള്ള സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. അതൊക്കെ ഉണ്ടായിരിക്കെ അതിനോട് പറയുകയാണ്, എനിക്കറിയാം നീ ഒരു കല്ലാണ്, നീ ഉപകാരോപദ്രവൊന്നും ചെയ്യൂല. പിന്നെ ഞാൻ നിന്നെ ചുംബിക്കുന്നത് എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മെഹബൂബീങ്ങളായ മഹാന്മാർ അവരുടെ കാഴ്ചപ്പാടില് എന്റെ ഉപ്പ ബഹുമാനപ്പെട്ടവരൊക്കെ പറയാറുണ്ട്, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുഅ്മിനീങ്ങളായ മഹാന്മാർ ഇവരൊക്കെ ഈ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നെങ്കിൽ സംഭവത്തിൽ അവർ കല്ലിനെയല്ല ചുംബിക്കുന്നത്, ആ കല്ലിനെ മുഹമ്മദുർ റസൂലുള്ളാഹ് ചുംബിച്ചതായ ആ ചുംബനത്തെയാണ് ഈ മുഅ്മിനീങ്ങളും ഉമറുൽ ഫാറൂഖും ചുംബിക്കുന്നത്. ഈ നിലക്ക് അള്ളാഹുവിന്റെ മെഹബൂബീങ്ങളായ മഹാന്മാർ, ആ മഹാന്മാരോടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഇവയൊക്കെ ആദരിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. ബഹുമാനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഉന്നതനായ സൃഷ്ടി മനുഷ്യൻ. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഉന്നതനാണ് അള്ളാഹുവിന്റെ വലിയ. ആ വലിയ എത്രമാത്രം അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവരും മഹത്വമുള്ളവരുമാണ്, അത്രമാത്രം ഉന്നതമായ ഒരു ദൃഷ്ടാന്തമായി നിലകൊള്ളുന്ന ഒരു വലിയന്റെ അദമത്ത്, അവരുടെ ബഹുമതി, അവരുടെ ആദരവ് കൽബിൽ നിലനിർത്താനുള്ള മഹത്തായ തൗഫീഖാണ് ഈ മഹത്തായ സദസ്സിൽ അല്ലാഹു തആല നമ്മെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമുക്കൊക്കെ പ്രദാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നാം ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. बुजुर्गों और दोस्तों, अल्लाह का करम है, अल्लाह ताला आज हमको अपने एक निशानी हज़रत जमालुल्लाह शाह अलैहि रहमा, फिर उनकी बारगाह भी एक निशानी, अल्लाह ताला वहाँ पर जमा होकर उसकी अज़मत बयान करने की अल्लाह हम गुनहगारों को एक मौका अता फरमाया है। अल्लाह ताला हम सबों के अंदर ये अज़मत को बाकी रखे, ये अज़मत में और इजाफा करे, क्योंकि अगर हम अज़मत को पैदा नहीं करेंगे, याद रखना हम कामयाब नहीं हो सकते। हम ये अज़मत अगर हमारे अंदर पैदा हो जाएगी, अल्लाह हम पर ज़रूर फजल फरमाएगा। लोगों के सामने अल्लाह के घर खाने काबा बैतुल्लाह की अहमियत है, लेकिन अब्दुल्लाह की अहमियत नहीं। बुजुर्गों, बैतुल्लाह से ज्यादा मुकाम अब्दुल्लाह को अल्लाह ने दिया है, मेरे शेख इरशाद फरमाते, अरे बैतुल्लाह अल्लाह अपनी निस्बत घर को दिया, मकाम हुआ, और यहाँ पर बंदे को अलग नहीं किया, वहाँ पर बैती कहा, यहाँ पर अब्दी कहा है, वहाँ पर बैत को भी अपने से निस्बत दिया और यहाँ पर अब्द को भी अपने से निस्बत दिया है। और वो बैत को निस्बत दिया तो वो निस्बत का क्या कमाल है, सिर्फ बिल हुआ है और करम है परवरदिगार का। अल्लाह अब्द को जो निस्बत दिया है, बिल फेल होकर अल्लाह हमको दिया है। बुजुर्गों, बिल हुआ से ज्यादा अहमियत मकाम बिल फेल की होती है। अल्लाह ताला हमको निस्बत जब दिया है बिल फेल की, अब्दी की जब निस्बत दिया है, तो इसकी कदर करने वाले बनो, इसकी अजमत को जानने वाले बनो। जब इसकी अजमत को हम जानेंगे, पहचानेंगे, बुजुर्गों, ईमान भी हमारे अंदर आएगा, तक़वे की भी नेमत अल्लाह हमको अता करेगा। अगर हमारे अंदर ये अजमत पैदा नहीं होगी, याद रखना हम मरने के बाद हमारी अजमत कोई नहीं करेगा, जिंदगी में भी नहीं करेगा, हमारे मौत के बाद भी हमारी कोई ताज़ीम नहीं करेगा। हजरत जमालुल्लाह शाह अलैहि रहमत व रिज़वान, आप अपनी सारी जिंदगी अपने शयूख की सोबत में बैठकर अजमत को सीखे और अजमत करते गए, और जब इस दुनिया से गए अल्लाह उनको मुअज़्ज़िज़ और मुमताज़ रखा, अजमत वाला रखा, लोगों के दिलों में उनकी अजमत को पैदा किया।
اللہ تعالیٰ ایسے ولی کی بارگاہ میں ہم کو جمع کیا ہے. عظمت کو سیکھو, عظمت کو اپنے اندر پیدا کرو, انشاءاللہ ایمان کی بھی دولت اللہ ان کے وسیلے سے دے گا, تقوی کی بھی اعلیٰ نعمتیں ہم گنہگاروں کو اللہ عطا فرمائے. ബഹുമാനികളെ, ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫള് കൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം, അള്ളാഹുവിൻ്റെ അടയാളം ബഹുമാനപ്പെട്ട ജമാലുല്ലാഹ് ഷാ റഹ്മത്തുള്ളാഹി അലൈഹി അവർ വസിക്കുന്ന അവരുടെ ആ ബാർഗാഹ്, അത് അള്ളാഹുവിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തം. ആ ദൃഷ്ടാന്തങ്ങളുടെ അലുമത്ത് ബഹുമതി പറയാനുള്ള മഹത്തായ തൗഫീഖാണ് അള്ളാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്തിട്ടുള്ളത്. ബഹുമാനികളെ, ഈ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനവും പദവിയുമുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ആദരിക്കലും ബഹുമാനിക്കുകയും ചെയ്യലുകൊണ്ട് മാത്രമേ നമുക്കും അള്ളാഹുവിൻ്റെ സ്വന്തക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. നമ്മളിന്ന് ഈ കല്ല് അല്ലെങ്കിൽ മല ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ബഹുമതി അംഗീകരിക്കുകയും നമ്മുടെ മേൽ അത്യാവശ്യമാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റൂല. എന്നാൽ ഈ ജമാദാത്തിൽപ്പെട്ട വസ്തുക്കളെക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി നിലകൊള്ളുന്നവര് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഗണത്തിൽപ്പെട്ട മഹാന്മാരൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ആദരിക്കുക എന്ന് അള്ളാഹു പറഞ്ഞതിൽ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് എന്ന് അവിടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനികളെ, ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമായ ദൃഷ്ടാന്തങ്ങളായി നിലനിർത്തിയിട്ടുള്ളത് അവൻ്റെ ഔലിയാക്കളെ, മഹാന്മാരായ മഹബൂബീങ്ങളെയാണ്. അവരാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതരായ ദൃഷ്ടാന്തങ്ങൾ. ആ ദൃഷ്ടാന്തത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇന്ന് പൊതുവെ ജനങ്ങളുടെ അടുക്കൽ ബൈത്തുള്ള എന്ന് പറയുമ്പോൾ അതിന് സ്ഥാനവും മഹത്വവുമുണ്ട്. ബൈത്തുള്ള സ്ഥാനമുള്ളതാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ബൈത്തുള്ളതുള്ള സ്ഥാനം എന്താണ്? ആ ബൈത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തി എന്ന് പറഞ്ഞുകൊണ്ട് തന്നിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് ആ ബൈത്തുള്ളാക്കുള്ള പ്രത്യേകത. എന്നാൽ എപ്രകാരം ഈ ബൈത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തി എന്ന് പറഞ്ഞ് തന്നിലേക്ക് ചേർത്തിട്ടുണ്ടോ എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു അബ്ദുള്ളയുടെ സ്ഥാനം മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ഈ അബ്ദുള്ളക്കും ഇതുപോലെ തന്നെ അല്ലാഹു തആല നിസ്ബത്ത് നൽകിക്കൊണ്ട് തന്നിലേക്ക് ചേർത്തുകൊണ്ട് അബ്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ബൈത്തി എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഈ അടിമയെക്കുറിച്ച്, ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച്, സ്വന്തക്കാരെ കുറിച്ച് അള്ളാഹു അബ്ദി, ഇവർ എൻ്റെ സ്വന്തം അടിമകളാണ് എന്ന് അള്ളാഹു തന്നിലേക്ക് ചേർത്തുകൊണ്ട് ഈ അടിമകളെയും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ബൈത്തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തന്നിലേക്ക് ചേർത്ത് അത് ബിൽഖുവയാണ്, അത് ചലിക്കൂല. എന്നാൽ അബ്ദി എന്ന് ചേർത്തുകൊണ്ട് പറഞ്ഞോ, അവർ ചലിക്കുകയും സംസാരിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ബിൽഫിയലായ ഒരു സൃഷ്ടിയാണ്. ഈ ബിൽഖുവയേക്കാൾ ശ്രേഷ്ഠത ബിൽഫിയലായ വസ്തുവിനാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഉന്നതമായ സ്ഥാനത്ത് വെച്ച അബ്ദുള്ള, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ അടിമകൾ, അവരാണ് സംഭവത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതരായ ദൃഷ്ടാന്തങ്ങൾ. ഈ ദൃഷ്ടാന്തങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മുഖ്യമായ പ്രവർത്തനമായി മാറേണ്ടതാണ്. നാം ഇതുപോലെ അള്ളാഹു ആദരിച്ച അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ജീവിതത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലാകട്ടെ ശേഷമാകട്ടെ നമ്മളെയും ആദരിക്കപ്പെടുന്നവരായി മാറ്റുക. അഥവാ അല്ലാഹു തആല ദൃഷ്ടാന്തങ്ങളായി നിലനിർത്തിയ ഇവരെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, ആ ബഹുമാനം നിലനിർത്താൻ ഒരാൾ തയ്യാറായിട്ടില്ലെങ്കിൽ ജീവിതത്തിലും അവർക്ക് യാതൊരു ആദരവും ഉണ്ടാവുകയില്ല, മരിച്ചതിന് ശേഷം അവർക്ക് യാതൊരു ആദരവും ഉണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട ഹദ്റത്ത് ജമാലുല്ലാഹ് ഷാ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ജീവിതകാലത്ത് അള്ളാഹുവിൻ്റെ സ്വന്തക്കാരായ മഹാന്മാരുടെ ഹളറത്തിൽ ഇരുന്നു കൊണ്ട് സഹവസിച്ചുകൊണ്ട് അവരുടെ കൽബിനെയും റൂഹിനെയും ഒക്കെ ശുദ്ധിയാക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ആരാണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലായി, ബോധ്യപ്പെട്ടു. ആ ദൃഷ്ടാന്തങ്ങളെ ശരിക്കും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് അവർ ജീവിതം നയിച്ചപ്പോൾ അവർ യാത്ര പറഞ്ഞു കൊല്ലങ്ങൾ കഴിഞ്ഞെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും അവരെ ഓർക്കാനും അവന്റെ സൃഷ്ടികളെ അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നതുപോലെ തന്നെ നാമും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കി അവക്കുള്ള അളുമത്തും ബഹുമതിയും നിലനിർത്തി അതിനോട് പാലിക്കേണ്ട കടമ നിർവഹിച്ചാൽ അല്ലാഹു തആല നമ്മുടെ ഓർമ്മയും നിലനിർത്തും, നമ്മളെയും ലോകത്ത് ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന
ഉന്നതമായ തഖ്വയുടെ വക്താക്കളാക്കി മാറ്റും. ഈ മഹാനവറുകളെ നമ്മൾ ഓർക്കലിലൂടെ അവരെ അതുമൊക്കെ അവരുടെ മഹത്വം നമ്മൾ നിലനിർത്തലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫضل കൊണ്ട് മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മുത്തഖിയാക്കിയാൽ പിന്നെ മുഅ്മിനാകാതെ മുത്തഖിയാക്കൂലല്ലോ. അപ്പോൾ മുഅ്മിനുമാക്കി മാറ്റിയിരിക്കുകയാണ്, മുത്തഖിയുമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈമാനിന്റെയും തഖ്വയുടെയും നിഅമത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. बहुत हो चुका है. इंशाअल्लाह अभी और 2 दिन बाकी है हमारी महफिल. अल्लाह ताला सुबहों को और जुड़कर ये अल्लाह वालों के फैज़ान से माला माल होने की तौफीक अता फरमा. സമയം കൂടുതലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 2 ദിവസവും കൂടി നമ്മുടെ ഈ മഹഫിൽ തുടരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഫൈളാനും കൊണ്ട് അനുഗ്രഹീതരാകാൻ നമ്മൾക്കൊക്കെ ഇനിയും അള്ളാഹു തൗഫീഖ് പ്രദാനിക്കട്ടെ. अल्लाह से दुआ है जो भी हम सुन रहे हैं कह रहे हैं उस पर अमल की हमें तौफीक अता फरमा. ऐ अल्लाह हम सबों की तो कामिल मग़फ़िरत फरमा. हमारे क़ुलूब में तेरी मोहब्बत, तेरे हबीब की मोहब्बत अता फरमा. दुनिया की मोहब्बत को हमारे अंदर से निकाल दे. ऐ अल्लाह तेरे निशानियों की अज़मत हमारे अंदर पैदा फरमा. तेरे महबूबीन की मायत हमें और अता फरमा. ऐ अल्लाह तेरे महबूबीन से मोहब्बत में इजाफ़ा फरमा. ऐ अल्लाह तेरे महबूबीन की अज़मत में और इजाफ़ा फरमा. ऐ अल्लाह उनकी अज़मत में ज़िंदगी की आखिरी सांस लेने की तौफ़ीक़ अता फरमा. ऐ अल्लाह इस महफ़िल में जितने भी हाज़िर हुए हैं ये किसी और गरज से नहीं बल्कि तेरे महबूबीन की मोहब्बत में, तेरी मोहब्बत में हाज़िर हुए हैं. किसी को महरूम न फरमा. सबों को तेरे महबूबीन के फैज़ान से माला माल फरमा. ऐ अल्लाह सबों को तेरे महबूबीन के फैज़ान से माला माल फरमा. ऐ अल्लाह जो ईमान में नक्स है अल्लाह उसको ईमान की कमाल पर फाइज फरमा. जो नक्स को रखता है अल्लाह उसको नक्स को से पाक कर फरमा. ऐ अल्लाह जो गंदगियों में मुब्तला है अल्लाह उनको गंदगियों से पाकी की तरफ ला. ऐ अल्लाह हम पर तू रहम फरमा, करम फरमा, हमारी ज़िंदगियों से तू राज़ी हो जा. बिजाहि सय्यदना मुहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम.